ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് കുറച്ച് മുന്നേ റിലീസായ ജെൻസ് എന്ന ചൈനീസ് ഡ്രാമയുടെ എക്സ്പ്ലനേഷൻ എപ്പിസോഡ് 1 ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ട്രൈ ചെയ്യാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എപ്പിസോഡ് 1 ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഡ്രാമയിലെ ഹീറോയിനെയാണ്. നെയിമൊക്കെ നമുക്ക് പതിയെ അറിയാം. അതിന് മുന്നേ ആയിട്ട് പുള്ളിക്കാരി ഒരു ഓൺലൈൻ ഫുഡ് ഡെലിവറിയിൽ വർക്ക് ചെയ്യുകയാണ്. ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് നമുക്ക് കാണാം. അതിന് വേണ്ടിയിട്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ബാഗിലൊക്കെ സെറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തിട്ട് ഇറങ്ങാണ്. അതിനിടെ നമുക്ക് ഹോസ്പിറ്റലിൻ്റെ കുറച്ച് സീനൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നീട് വീണ്ടും കണ്ടിന്യൂ ആയിട്ട് വണ്ടി എടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹീറോയിൻ. അപ്പോഴാണ് നമ്മുടെ ട്രാഫിക് പോലീസ് ഇത്രയും സ്പീഡിൽ പോകാൻ പാടില്ല അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഹീറോയിന് തടസ്സമാവുന്നത്. പക്ഷേ ഹീറോയിന് സമയമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ ട്രാഫിക് പോലീസിൻ്റെ അടുത്തുനിന്ന് അവൾ രക്ഷപ്പെടാണ്. എന്നിട്ട് രക്ഷപ്പെടുത്തിയതിൽ ട്രാഫിക് പോലീസിനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അവൾ വീണ്ടും അവളുടെ ജോബിന് വേണ്ടി കണ്ടിന്യൂ ചെയ്യാണ്. ഈ ഒരു ഡ്രാമയിൽ തന്നെ നമുക്ക് ഒരുപാട് ക്യാരക്ടേഴ്സിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പം ആ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഡോക്ടറും ഇതിലൊരു ക്യാരക്ടറാണ്. ബട്ട് മെയിൻ ക്യാരക്ടർ ഒരു ഹീറോയിനും ഉണ്ട്. പിന്നീട് നമുക്ക് ഒരു ക്യാരക്ടറിനെ കാണാം. അതാണ് നമ്മുടെ ഇതിലെ മെയിൻ ഹീറോ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹീറോ ഫോൺ വിളിച്ച് എവിടെന്നോ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്തിനാണ് ഇറങ്ങിയത്? ഹീറോയിൻ പറഞ്ഞല്ലോ അവൾ ഒരു ഓൺലൈൻ ഫുഡ് ജോബാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഫുഡ് തിരക്ക് പിടിച്ചവൾ പോയത് ഈ ഹീറോക്ക് കൊണ്ട് കൊടുക്കാനാണ്. ഇവർക്ക് മുന്നേ അങ്ങനെ കമ്പനിയൊന്നുമില്ല, എനിക്ക് പരിചയമൊന്നുമില്ല. പക്ഷേ ഇവൾ ഫുഡ് കൊടുക്കാൻ പോയപ്പം അങ്ങനെയുള്ളൊരു കമ്പനിയാണ് ഇവർക്കുള്ളത്. അവൾ ഒരുപാട് ലേറ്റായിട്ടാണ് അവന് ഫുഡ് കൊണ്ടുപോയി കൊടുത്തത്. അത് ട്രാഫിക്കും മറ്റ് കുറച്ച് പ്രോബ്ലംസൊക്കെ കാരണം കൊണ്ട് അവൾ കുറച്ച് ലേറ്റായിരുന്നു. അതിൻ്റെ പേരിൽ ഇവരുടെ രണ്ടുപേരും തമ്മിൽ ചെറുതായിട്ടൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടാവാണ്. അപ്പോൾ അവളിങ്ങനെ അവളെ ന്യായീകരിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ബട്ട് അവനാണെങ്കിൽ ഇതൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. അവൻ ഭയങ്കര ദേഷ്യത്തിലാണ്. അതിനിടെ അവൾക്കൊരു കോളൊക്കെ വരുന്നുണ്ട്. അപ്പോഴും അവൾ ഭയങ്കര ബിസിയാണ്. അവൾക്ക് ഒരുപാട് ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതിൻ്റെ ഇടയാണെങ്കിൽ ഇവൻ ഫുഡ് ക്യാൻസൽ ചെയ്തു. അവൻ്റെ ദേഷ്യം വന്നിട്ട് അവൻ ഫുഡ് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോണ വഴിക്കാണ് അവൾ പറഞ്ഞത്, ഞാൻ ഇവിടെ വരെ കൊണ്ടുവന്നതല്ലേ, നിങ്ങളിത് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അവൻ്റെ മേത്തേക്ക് ബോഡിയിലേക്ക് അവളത് എറിയാണ്. ബട്ട് അതവൾ എറിയുന്ന ടൈമിൽ അവൻ്റെ മേത്തേക്ക് അത് ടച്ചായിട്ട് ആ ഫുഡ് മുഴുവൻ അവൻ്റെ മേത്തേക്ക് ക്ലാഷായിട്ട് ഫുൾ അവൻ ഭയങ്കര ഫുഡൊക്കെ ഇതായിട്ട് അവൻ്റെ ശരീരം മുഴുവൻ നാശമാവാണ്. അപ്പോഴും അവന് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. ബട്ട് അവനത് കൺട്രോൾ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നു. എന്നിട്ട് പിന്നെ അവൾ അവിടെ നിന്ന് ഓടിപ്പോയി അടുത്ത ഓർഡർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ആ ഒരു സീൻ ക്ലോസ് ആവാണ്. ഇതിൽ തന്നെ മറ്റൊരു വ്യത്യസ്തമായ ക്യാരക്ടറാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നത്. ഒരു സ്പെക്സ് വെച്ച നമ്മുടെ ഹീറോയുടെ തന്നെ മറ്റൊരു ഫ്രണ്ടാണ്. അപ്പം ഇവൻ്റെ ബോഡിയിലാണെങ്കിൽ ഈ ഫുഡ് മുഴുവൻ ക്ലാഷായിട്ട് ഇങ്ങനെ ഫുൾ നാശമായിട്ട് അവൻ ദേഷ്യത്തിൽ അകത്തേക്ക് കയറി വരുമ്പം, അതായത് ഇവന് മറ്റൊരു ഫ്രണ്ട് ഉണ്ടല്ലോ സ്പെക്സ് വെച്ച, അവനാണെങ്കിൽ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പം ഇവൻ ഹീറോയാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനെ തന്നെയാണ്. ഹീറോയിൻ മറ്റൊരു ഓർഡർ കൊടുക്കാനായിട്ട് മറ്റൊരു ഫ്ലാറ്റ് പോലത്തെ ഒരു പ്ലേസിൽ അവൾ ഓർഡർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഫുഡ് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോഴാണെങ്കിൽ അവൾ ആദ്യമൊക്കെ കോളിംഗ് ബെൽ അടിച്ചു. പിന്നെ വീണ്ടും ട്രൈ ചെയ്തിട്ട് അവൾ അവിടെ ആ ഫുഡ് വെച്ചിട്ട് അവൾ അവിടെ നിന്ന് പോരാണ്. ആ ഒരു ടൈമിലാണ് പെട്ടെന്ന് ആ വാതിൽ അടയ്ക്കുകയും ചെയ്യുന്നത്. അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ആ വാതിൽ തുറക്കുമ്പം ഒരു സ്ത്രീ ആണെങ്കിൽ അലറാണ്, ഇങ്ങനെ രക്ഷിക്കൂ. ബട്ട് ഒരു മെന്നുണ്ട്, കൂടെ ഉള്ളതൊരു മെന്നാണ്. അതിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുകയാണ്. മീൻസ് ഒരുപാട് ഉപദ്രവിക്കുന്ന പോലെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോഴാണെങ്കിൽ ഇവൾക്ക് മനസ്സിലായി എന്തൊക്കെയോ ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്ന്. പിന്നീട് ആ വുമണിനെ എങ്ങനെയും രക്ഷിക്കണം എന്നുള്ളതാണ് അവളുടെ ആ ഒരു തിങ്ക്. പിന്നീടാണെങ്കിൽ ആ വുമൺ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പം അവരെ രണ്ടുപേരെയും ദ്രോഹിക്കാനായിട്ട് നമ്മുടെ മറ്റൊരു അമ്മൻ
ഇവരുടെ അടുത്തേക്ക് വരുമ്പോഴത്തേനും ഒരു വഴിയില്ലാത്തത് കൊണ്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവനിട്ടൊരു ചവിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇവൻ്റെ പകുതി ബോധം പോയി. പിന്നീടാണെങ്കിൽ അവർ തമ്മിലായി ഫൈറ്റ്. ആ വുമൺ ആണെങ്കിൽ അങ്ങോട്ട് മാറിയിരിക്കുന്നു. ഹീറോയിനാണെങ്കിൽ അവൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ആ വുമണിനെ സേഫ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിലൂടെ നമുക്ക് മനസ്സിലായത് ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് എന്നാണ് നമുക്ക് ഇതിലൂടെ ക്ലിയർ ആവുന്നത്. പിന്നീട് കാണിക്കുന്നതാണ് നമ്മളെ ഹീറോയിനാണ്. ഹീറോ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അവന് സങ്കടമായിട്ട് അവന് വേറൊരു വഴിയില്ലാണ്ട് അവന് ആക്ച്വലി അവൻ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവനൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അവൻ്റെ ജോബുമായി പ്ലേസ് ചെയ്തിട്ട് അവനൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിന് പോകാനാണ് അവൻ അങ്ങനെ നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടത്. അപ്പോഴാണത് ഡേർട്ടി ആയതും അവൻ പിന്നീട് ആ ഡ്രസ്സ് മാറ്റിയിടാണ് ചെയ്തത്. എന്നിട്ട് അവൻ ഇൻ്റർവ്യൂവിന് പെട്ടെന്ന് വന്നിട്ട് അപ്പം അവിടെയുള്ള സാർമാരും ടീച്ചേഴ്സും ഒക്കെ ചോദിക്കുന്നുണ്ട്, എന്താണ് നിൻ്റെ ഡ്രസ്സ് അവിടെ? ഈ ഡ്രസ്സ് കംപ്ലീറ്റ് ആവാതെ ഈ ഒരു ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ പറ്റില്ല. ബട്ട് അവനാണെങ്കിൽ നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് തയ്യാറാകണം. പിന്നീട് അവൻ്റെ സിറ്റുവേഷൻ കൊണ്ട് മാത്രമാണ് അവൻ ആ ഒരു ഡ്രസ്സ് മാറ്റേണ്ടി വന്നതെന്നൊക്കെ അവർ മനസ്സിലാക്കിയിട്ട് അവർ പിന്നീട് ഇൻ്റർവ്യൂ നല്ല രീതിയിൽ അവൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവർ നല്ലൊരു അപ്രീസിയേഷൻ കൊടുക്കുകയാണ്. മറ്റൊരു കണ്ടസ്റ്റൻറ്റ് പിന്നെ ഇൻ്റർവ്യൂവിലേക്ക് വരുന്നതായിട്ടാണ് പിന്നീട് കാണിക്കുന്നത്. ഇനിയാണ് നമ്മൾക്ക് കൂടുതൽ അറിയാനുള്ളത്. ഇപ്പോൾ ഇതുവരെ ക്യാരക്ടേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഇനിയുള്ള ഇതിലും അടിപൊളിയായിട്ടുള്ള വീഡിയോസ് എക്സ്പ്ലനേഷൻ കിട്ടുവാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് എപ്പിസോഡ് 1ൻ്റെ പാർട്ട് 1 ആണ്. ഇനി പാർട്ട് 2 നമ്മൾ ഈ എപ്പിസോഡ് 1 കംപ്ലീറ്റ് ചെയ്യും. എപ്പിസോഡ് 1ൻ്റെ പാർട്ട് 2ക്കായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. സോ നമുക്ക് ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ജസ്റ്റ് വെയിറ്റ്. താങ്ക് യു ഓൾ. ലെറ്റ്സ് ബൈ.